ഹലോ ഫ്രണ്ട്സ്, ഇന്ത്യയും ബ്രിട്ടനും വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ എന്നറിയപ്പെടുന്ന വലിയ ഒരു ലാൻഡ്മാർക്കിന് രണ്ട് രാജ്യങ്ങളും ഇപ്പോഴേ അംഗീകാരം നൽകിയിരിക്കുന്നു. നമുക്കറിയാം 2022 ജനുവരി മാസത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസനാണ് ഈ ചർച്ചകൾ ആരംഭിച്ചിരുന്നതെങ്കിൽ അതിനുശേഷം വന്ന നമ്മളുടെ ഇന്ത്യൻ വംശജനായ പ്രധാനമന്ത്രി ഋഷി സുനക് ഇത് വലിയ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോയി. പക്ഷെ അതിനുശേഷം UK ഇലക്ഷൻ വന്നു. ഏകദേശം 9 മാസത്തോളം അത് സ്റ്റോപ്പ് ചെയ്തു. 2025 ഫെബ്രുവരി മാസത്തിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കെയർ സ്റ്റാർമർ വീണ്ടും ഈ ഒരു ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഇന്നലെ ഈ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിന് രണ്ട് രാജ്യങ്ങളും ഇപ്പോഴും അംഗീകാരം നൽകിയിരിക്കുന്നു. ഇനി ഇപ്പോഴും നടക്കേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർലമെൻറ്റുകളും ഇത് അംഗീകരിക്കുക, രണ്ട് പ്രധാനമന്ത്രിമാരും ഈ ഒരു ട്രീറ്റിയിൽ ഒപ്പുവെക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഈ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോഴ് ബ്രിട്ടൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ താരിഫ് യുദ്ധമാണ്. അത് ബ്രിട്ടനെ സംബന്ധിച്ചോളം വലിയ നഷ്ടങ്ങളാണ് ഇപ്പോഴേ വരുത്തി വച്ചിരിക്കുന്നത്. ആ ഒരു സമയത്ത് ബ്രിട്ടനും ഇന്ത്യയും തമ്മിൽ ഈ ഒരു കരാർ ഉണ്ടായി കഴിയുമ്പോൾ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവരെ എയിം ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 2040 ആകുമ്പോഴേക്കും ഏകദേശം ഒരു 4.8 ബില്യൺ പൗണ്ട് അവരുടെ എക്കോണമിയിലേക്ക് ഒഴുകി എത്തും എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് UK വന്ന് ജോലി ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അവരുടെ മെയിൻ ഒരു ലാഭം എന്ന് പറയുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ UK വന്ന് പഠിക്കാനോ അല്ലെങ്കിൽ UK വന്നൊരു ജോലി നേടാനുള്ള സാധ്യതകൾ കൂടും എന്നുള്ളതാണ്. UK മാധ്യമങ്ങൾ ഇന്നലെ മുതൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് എമിഗ്രേഷൻ കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം ആൾക്കാർ ഇവിടെ വന്നിട്ട് ജോലി ചെയ്യും. അപ്പോൾ നെറ്റ് എമിഗ്രേഷൻ കൂടുമെന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട്. മാത്രവുമല്ല, നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിലാണ് UK ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷുകാരായ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾ അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നൽകേണ്ടുന്ന നാഷണൽ ഇൻഷുറൻസ് വർദ്ധിപ്പിച്ചത്. പക്ഷെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഈ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിന് ശേഷം ഇന്ത്യയിൽ നിന്ന് UK വരുന്ന പ്രൊഫഷണലുകൾക്ക് അവർക്ക് 3 വർഷത്തെ ടെമ്പററി, അതായത് താൽക്കാലിക വിസകളാണ് നൽകുന്നത്. അങ്ങനെ വരുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ നാഷണൽ ഇൻഷുറൻസിൽ നിന്നും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് UK ഈ ട്രീറ്റി ഒപ്പുവെച്ചതിന് ശേഷം വരുന്ന ആൾക്കാർക്ക് ഈ ഒരു 3 വർഷത്തേക്ക് ഇനിയിപ്പോൾ NI, അതായത് നാഷണൽ ഇൻഷുറൻസ് നൽകേണ്ടി വരത്തില്ല. അത് ബ്രിട്ടനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചോളം വലിയൊരു പ്രകോപനത്തിന് ഇന്നലെ ആരംഭം കുറിച്ചിട്ടുണ്ട്. ബ്രിട്ടനെ സംബന്ധിച്ചോളം ബ്രിട്ടനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് നിർമ്മിത കാറുകൾ, അതേപോലെയൊക്കെ തന്നെ ഇവിടുത്തെ വൈന്, ജിന്ന്, വിസ്കി, ഇതേപോലെയുള്ള മദ്യങ്ങൾ, മാത്രമല്ല കോസ്മെറ്റിക്സ്, സാൽമണ്, ലാമ്പ്, ഇതുപോലെയുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബ്രിട്ടീഷ് നിർമ്മിത വൈന്, ജിന്ന്, ഇതുപോലെയുള്ള വിസ്കി തുടങ്ങിയ മദ്യത്തിന് ഇപ്പോഴേ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150% ആണ്. പക്ഷേങ്കിൽ ഈ ഒരു ഉടമ്പടിക്ക് ശേഷം അത് നേർപകുതിയായിട്ട് 75% ആയിട്ട് കുറയാനായിട്ട് പോകും. മാത്രമല്ല 10ാം വർഷം കഴിയുമ്പോഴേക്കും ഇതൊരു 40% ആയിട്ട് കുറയാനായിട്ട് പോകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് നിർമ്മിത കാറുകൾക്ക് നല്ല ഡിമാൻഡാണ്. പക്ഷേ സാധാരണ ഒരാൾക്കത് വാങ്ങിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, കാരണം അത്രയ്ക്ക് വിലയാണ്. അതായത് ബ്രിട്ടൻ ഇനിയിപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്ന കാറുകൾക്ക് നേരത്തെ ചുമത്തിയിരുന്ന താരിഫ് എന്ന് പറയുന്നത് 100% ആയിരുന്നുവെങ്കിൽ ഇനി ഇപ്പോഴേ 10% അത് കുറയാനായിട്ട് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചോളം അത് വലിയ ഒരു ലാഭമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ബ്രിട്ടീഷ് നിർമ്മിത കാറുകൾ ഇനിയിപ്പോഴേ ഇന്ത്യൻ നിരത്തുകളിൽ വലിയ രീതിയിൽ ഇനിയിപ്പോൾ ഓടാനായിട്ട് പോകുന്നു. കാരണം കാറുകൾ വാങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു താരിഫ് കുറയുന്നത് കൊണ്ട് തന്നെ സാധാരണ ആൾക്കാർക്ക് പോലും ഇനിയിപ്പോഴേ കാറ് വാങ്ങാനായിട്ടുള്ള ഒരു സൗകര്യമാണ് ഈ ഒരു ഡീൽ കൊണ്ട് ഉണ്ടാകാനായിട്ട് പോകുന്നത്. 2040 ആകുമ്പോഴേക്കും ഈ ഒരു ട്രീറ്റിയുടെ ഫലമായിട്ട് ഈ ഒരു ബിസിനസ്സിൽ കൂടി ഏകദേശം 25.5 ബില്യൺ പൗണ്ടിൻ്റെ ബിസിനസ് ആയിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. UK എക്കോണമിയിലേക്ക് അത് ഏകദേശം ഒരു 4.8 ബില്യൺ പൗണ്ടാണ് അവർ ഇപ്പോഴ്
എക്സ്പെക്റ്റ് ചെയ്യുന്നത് വേതനവും അതുപോലെ ശമ്പളവും ഏകദേശം 2.2 ബില്യൺ പൗണ്ടായിട്ട് വർദ്ധിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു ഡീല് കൊണ്ട് UK ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വലിയ ഒരു വ്യത്യാസമൊന്നും വരുന്നില്ല എങ്കിൽ പോലും UK ഈ ഒരു ഉടമ്പടി നടന്നു കഴിയുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം 1800ഓളം പ്രൊഫഷണൽസിന് എല്ലാ വർഷവും പുതിയ വിസകൾ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യോഗ ട്രെയിനേഴ്സ്, ഇന്ത്യയിൽ നിന്നുള്ള ഷെഫ്സ്, അതുപോലെ തന്നെ ക്ലാസിക്കൽ മ്യൂസിഷ്യൻസ്, ഈ 3 വിഭാഗത്തിൽപ്പെടുന്ന പ്രൊഫഷണലുകൾക്ക് UK വരാനായിട്ട് 1800ഓളം വിസകൾ ഓരോ വർഷവും UK നൽകാനായിട്ട് പോകുന്നത് നമ്മളെ സംബന്ധിച്ചോളം ചെറിയൊരു കാര്യമല്ല. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് നാഷണൽ ഇൻഷുറൻസ് കൊടുക്കേണ്ടതായിട്ട് വരില്ല. Because this is the biggest trade deal that we, the UK, have done since we left the EU, and it's the most ambitious trade deal that India has ever done. And this will be measured in billions of pounds into our economy and jobs across the whole of the United Kingdom. So it is a really important, significant day. And look, it's been promised many times over the last 8 years. Prime Minister Modi and I decided in Brazil last year that we would move at pace in relation to these negotiations. We've done that in a serious way, in a pragmatic way, and we're able to show that that's what delivers results. So I'm really pleased for working people across the country who will feel the benefits of this, of course, at an increasingly uncertain time in terms of trade and the economy across the world. So this is a very significant step, and I'm very pleased that we've got this far with this really significant trade agreement. ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഏകദേശം 3 വർഷത്തോളം കാത്തിരുന്ന ഒരു വ്യാപാര കരാറ് ആണ് ഇപ്പോൾ ഒപ്പുവെക്കാനായിട്ട് പോകുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ചോളം വലിയ പ്രയോജനം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബ്രിട്ടീഷുകാർക്കും ഇനിയിപ്പോഴേ ഇന്ത്യയിലൊക്കെ പോയിട്ട് ഈസി ആയിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ത്യക്കാരായിട്ടുള്ള പ്രൊഫഷണൽക്കും UK വന്നിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ UK നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് വലിയ രീതിയിൽ ഇവിടെ താരിഫ് കുറച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അതൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ഇനിയിപ്പോഴേ സാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു ഉടമ്പടി കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാകുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത്. 2 രാജ്യങ്ങളെയും വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാകാനായിട്ട് പോകുന്നത് ഇന്ത്യക്കാർക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.